പകയുടെ കനലെരിയുകയാണ് ആന്ധ്രയുടെ മണ്ണിൽ. അധികാരമേറ്റ് ഒരാഴ്ചക്കുള്ളിൽ താൻ ചുമ്മാ വന്നതല്ലെന്നും YSR പാർട്ടിയുടെ അടിവാരം തോണ്ടുമെന്നും പറയാതെ പറയുകയാണ് ചന്ദ്രബാബു നായിഡു. പ്രതികാര നടപടിയുമായി ശക്തമായി തന്നെ നായിഡു തിരിച്ചടിക്കുമ്പോൾ ഓടി ഒളിക്കാൻ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്ക് മാളങ്ങൾ പോരാതെ വരികയാണ്. ഏറ്റവും ഒടുവിലായി മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയായ YSRCPയുടെ പണിതുകൊണ്ടിരിക്കുന്ന ആസ്ഥാന മന്ദിരം ഇടിച്ചു നിരത്തിയാണ് TDP പകയുടെ പുതിയ രാഷ്ട്രീയത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ഓഫീസ് കെട്ടിടം പുതിയ സർക്കാർ അധികാരമേറ്റ ഉടനെ ഇടിച്ചു നിരത്തപ്പെടുന്നത് ഇനിയും വലിയ കളികൾ കാണാൻ പോകുന്നുവെന്ന സന്ദേശമാണ് നൽകുന്നത്. അനധികൃതമായി സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച പാർട്ടി ഓഫീസാണ് പൊളിച്ചു മാറ്റിയതെന്ന ന്യായം നായിഡു പറയുമ്പോഴും അതിൽ മറിഞ്ഞിരിക്കുന്ന പ്രതികാര മനോഭാവം ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒരു കെട്ടിടം മുനിസിപ്പൽ കോർപ്പറേഷൻ അതോറിറ്റി പൊളിച്ചു മാറ്റിയതിന്റെ രോഷം പലയിടങ്ങളിൽ നിന്നും ഉയരുമ്പോൾ ജഗൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അഴിമതി കേസിൽ അകത്താക്കിയതിന്റെ പകവീട്ടുകയാണ് പുത്തൻ മുഖ്യമന്ത്രി എന്നതാണ് YSR കോൺഗ്രസുകാർ പറയുന്നത്. ഗുണ്ടൂർ ജില്ലയിലെ തടപ്പള്ളിയിലെ ഓഫീസ് കെട്ടിടമാണ് MTMC ശനിയാഴ്ച പുലർച്ചെ പൊളിച്ചു നീക്കിയത്. ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. മംഗളഗിരി തടപ്പള്ളി മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ MTMC അധികൃതർ മണ്ണുമാന്തി യന്ത്രങ്ങളും അതുപോലെ ബുൾഡോസറുകളും ഉപയോഗിച്ച് പുലർച്ചെ 5:30-ഓടെയാണ് പൊളിക്കൽ നടപടികൾ ആരംഭിച്ചത്. അനധികൃത നിർമ്മാണത്തെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടിക്ക് നോട്ടീസ് നൽകിയതിനു ശേഷമാണ് പൊളിച്ചടിക്കത് എന്നും കാണാം. അനധികൃത നിർമ്മാണം ആരോപിച്ച് തലസ്ഥാന മേഖലാ വികസന അതോറിറ്റി YSRCPക്ക് നൽകിയ നോട്ടീസിനെതിരെ പാർട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിക്ക് മുമ്പാകെ വിഷയം എത്തുകയും പൊളിക്കൽ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടതായി YSRCP നേതാക്കൾ പറയുന്നുമുണ്ട്. ഇതോടെ കോടതിയെ മറികടന്നോ സർക്കാർ നീക്കമെന്നതാണ് ഉയരുന്ന ചോദ്യം. ജലസേചന വകുപ്പിന്റെ ഭൂമിയിലാണ് YSRCP ഓഫീസ് പണിയുന്നതെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട്. ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള YSRCP സർക്കാരിന്റെ കാലത്ത് ബോട്ടിയാടിനായി ഉപയോഗിച്ചിരുന്ന ഭൂമി ചെറിയ തുകക്ക് പാട്ടത്തിനെടുത്താണ് പാർട്ടി ഓഫീസ് പണിതത് എന്നതാണ് ആക്ഷേപം. എന്നാൽ സംഭവം തീർത്തും പ്രതികാര രാഷ്ട്രീയമാണ് എന്നതാണ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത്. NDA സഖ്യത്തിലുള്ള നായിഡു വരുന്ന 5 വർഷങ്ങൾ രാഷ്ട്രീയ പകപോക്കലിനെ വേദിയാക്കാൻ ഉദ്ദേശിക്കുന്നുവോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. നേരത്തെ ജഗൻ 2019 അധികാരത്തിൽ വന്നപ്പോൾ നായിഡു തലസ്ഥാനമാക്കാൻ നിർമ്മാണം ആരംഭിച്ച അമരാവതിയെ തഴഞ്ഞ് വിശാഖപട്ടണത്തെ മുൻനിർത്തിയാണ് ആന്ധ്ര ഭരിച്ചിരുന്നത്. തിരിച്ച് അധികാരത്തിലെത്തിയ നായിഡു ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് അമരാവതിയാകും ഇനി ആന്ധ്രയുടെ തലസ്ഥാനമെന്നതാണ്. പിന്നാലെയാണ് അനധികൃത നിർമ്മാണമെന്ന് ആരോപിച്ച് പ്രതിപക്ഷത്തിന്റെ കേന്ദ്ര ഓഫീസ് ബുൾഡോസർ രാജിൽ ഇടിച്ചു നിരത്തി പക വീട്ടി തുടങ്ങിയത്.